ലോകത്താകമാനം സംരംഭകത്വവും സ്റ്റാർട്ടപ്പുകളും വിപുലപ്പെട്ടു വരുമ്പോൾ കേരളത്തിലും സ്റ്റാർട്ടപ്പുകൾക്ക് അനുകൂലമായ ഇക്കോസിസ്റ്റവും ഭൗതിക സൗകര്യങ്ങളും അനുദിനം വർദ്ധിച്ചു വരും. സ്റ്റാർട്ടപ്പുകൾ രാജ്യത്ത് വിപുലപ്പെട്ടു വരുമ്പോൾ പുത്തൻ സംരംഭകർ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെല്ലുവിളികൾ നേരിടാനുള്ള മനോധൈര്യം, സ്റ്റാർട്ടപ്പിലൂടെ രൂപപ്പെടുത്തിയെടുത്ത ഉൽപ്പന്നങ്ങളുടെ ഉടമസ്ഥാവകാശം അംഗീകരിക്കാനുള്ള ആത്മവിശ്വാസം എന്നിവ അത്യന്താപേക്ഷിതമാണ്. IT, സേവന മേഖലകളിലാണ് സ്റ്റാർട്ടപ്പ് കൂടുതലായി രൂപപ്പെടുന്നത്. എന്നാൽ കൃഷി, ഭക്ഷ്യസംരക്ഷണ മേഖലകളിലും സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ രൂപപ്പെട്ടു വരുന്നു. സേഫ് ടു ഈറ്റ് ഉൽപ്പന്ന നിർമ്മാണം, വിപണനം, കയറ്റുമതി തുടങ്ങിയ നിരവധി കാർഷിക അനുബന്ധ മേഖലകളിൽ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ രൂപപ്പെട്ടു വരുന്നു. ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ 100% വിദേശ നിക്ഷേപത്തിന് അനുമതി നൽകിയത് ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തും. ഇന്ന് IT-യിൽ മാത്രമേ സംരംഭകത്വ സാധ്യതയുള്ളൂ എന്ന തെറ്റിദ്ധാരണ പലരിലുമുണ്ട്. കാർഷിക മേഖലയിലാണ് യുവതി യുവാക്കൾക്ക് സംരംഭകത്വ സാധ്യതകൾ ഏറെയുള്ളത്. ക്യാമ്പസുകളിൽ സ്റ്റുഡന്റ് എന്റർപ്രണർഷിപ്പിനും പ്രാധാന്യം ഏറി വരുന്നു. കീടനാശിനികളുടെയും ആന്റിബയോട്ടിക്കുകളുടെയും അമിതമായ ഉപയോഗം മനുഷ്യന്റെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുമെന്ന തിരിച്ചറിവ് ജൈവകൃഷിയിലേക്കുള്ള പ്രയാണത്തിന് ആക്കം കൂട്ടുന്നു. ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ജൈവ സോഫ്റ്റ് ഈറ്റ് ഉൽപ്പന്ന നിർമ്മാണം, ഫാമിംഗ്, ഭക്ഷ്യ സംസ്കരണം, കാർഷിക മൃഗസംരക്ഷണ സേവന മേഖല, ഇൻപുട്ട് സപ്ലൈ, മൃഗചികിത്സ മുതലായവയിൽ സംരംഭകത്വത്തിന് സാധ്യതകൾ ഏറെയാണ്. ഇന്ന് സ്റ്റാർട്ടപ്പും തൊഴിൽ നൈപുണ്യവും മൃഗസംരക്ഷണ മേഖലയിൽ എന്ന വിഷയമാണ് കൃഷി ദർശൻ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം. കൃഷിദർശനിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കാലിക പ്രസക്തിയുള്ള ഒരു പുതിയൊരു വിഷയമാണ് നമ്മളിവിടെ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. തൊഴിൽ നൈപുണ്യം, സ്റ്റാർട്ടപ്പും മൃഗസംരക്ഷണ മേഖലയിൽ എന്നതാണ് ഇന്നത്തെ വിഷയം. ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിനായി ഇന്നിവിടെ നമ്മുടെ കൂടൊപ്പം എത്തിയിരിക്കുന്നത് ഈ മേഖലയിൽ വിദഗ്ധനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഡോക്ടർ TP സേതുമാധവൻ. അദ്ദേഹത്തിന് കർഷക ഭാരതി അവാർഡ്, അതോടൊപ്പം റോട്ടറി ഇൻ്റർനാഷണൽ അവാർഡ്, പിന്നെ കരിയർ വിദഗ്ധനും കൂടിയാണ് അദ്ദേഹം. ഡോക്ടർ TP സേതുമാധവൻ സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാർ, ഇന്നത്തെ ഒരു കാലിക പ്രസക്തിയുള്ള വിഷയമാണെന്ന് പറഞ്ഞു. എന്താണ് ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് സ്റ്റാർട്ടപ്പ്. സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഒരു പുതിയ ആശയം, പുതിയ ഒരു ഇന്നോവേഷൻ എന്ന് പറയും. പുതിയ ആശയത്തിനെ ഒരു പുതിയൊരു സംരംഭമായി മാറ്റിക്കൊണ്ട് അതിൻ്റെ വളർച്ചയും ആ ആശയത്തെ സംരംഭമാകുമ്പോഴുള്ള ആ ഒരു വെഞ്ചറിനെയാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് സാധാരണ എല്ലാ സ്റ്റാർട്ടപ്പുകൾക്കും ചില നിബന്ധനകളുണ്ട്. 7 വർഷത്തിൽ കുറഞ്ഞ സ്റ്റാർട്ടപ്പുകളായിരിക്കണം, സംരംഭങ്ങളായിരിക്കണം. ബയോടെക്നോളജി രംഗത്താണെങ്കിൽ 10 വർഷത്തിൽ കുറഞ്ഞ കാലയളവുള്ള പുതു സംരംഭങ്ങളായിരിക്കണം. മാത്രമല്ല, ഇതിൻ്റെ ടേൺ ഓവർ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ടേൺ ഓവർ 25 കോടിയിൽ അധികം ആകാനും പാടില്ല. ഇതിനകത്ത് വരുന്നതിനെയാണ് സ്റ്റാർട്ടപ്പുകൾ എന്ന വാക്കുകൊണ്ട് നിർവചിക്കുന്നത്. ഈ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറഞ്ഞാൽ പുതിയ തൊഴിൽ ദാതാക്കളാവുന്നു. സ്റ്റാർട്ടപ്പ് വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ നിന്ന് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അവർ തൊഴിൽ ദാതാക്കളാവുന്നു, പൊട്ടൻഷ്യൽ എംപ്ലോയേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നു. അവർ മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കുന്നു. അപ്പോൾ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആഗോളതലത്തിലുള്ളൊരു മാറ്റത്തിനനുസരിച്ച് പുതിയൊരു സ്റ്റാർട്ടപ്പ് വിപ്ലവമാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ വലിയൊരു പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യത്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല രീതിയിലാണ് തൊഴിലില്ലാത്ത അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ തുടങ്ങുന്നു. ക്യാമ്പസിൽ വെച്ച് തന്നെ വിദ്യാർത്ഥികൾ അവരുടെ മനസ്സിലെ ആശയങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നുകൊണ്ട് സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നു. അപ്പോൾ സ്റ്റാർട്ടപ്പ് രംഗത്ത് തൊഴിൽ സംരംഭകത്വ മേഖലയിൽ വലിയൊരു വിപ്ലവാത്മകമായ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇന്ന് സ്റ്റാർട്ടപ്പുകൾ. സാർ, ഈ പുത്തൻ ആശയം അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് ഒരു പുത്തൻ ഈ സ്റ്റാർട്ടപ്പിൽ ഉണ്ടാകുന്നത്. തീർച്ചയായും. അതിൻ്റെ പ്രാധാന്യം എന്താണ്? പുത്തൻ ആശയങ്ങളുടെ പുത്തൻ ആശയം എന്ന് പറയുന്നത് 2 രീതിയിലാവാം. നമ്മളെപ്പോഴും ഒരു പുത്തൻ ആശയം മനസ്സിൽ തുടങ്ങുമ്പോൾ അതിനെ പ്രവൃത്തിപഥത്തിലേക്ക് വരുമ്പോൾ അതിനെ നമ്മൾ എപ്പോഴും ആശയത്തിന് ഒരു ഇന്നോവേഷൻ എന്നാണ് പറയുന്നത്. ഒരു ഇന്നോവേഷൻ നമ്മൾ എത്രത്തോളം പ്രാവർത്തികമാക്കി വരുമ്പോൾ ആ ഇന്നോവേഷനെ നമ്മൾ ഒരു ഉൽപ്പന്നത്തിലേക്ക് കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരുപക്ഷെ ആ ഇന്നോവേഷനെ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യണം. ഒരു ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്ററിലൂടെ അതിന് ഇൻക്യുബേറ്റ് ചെയ്യണം. ഇൻക്യുബേറ്റ് ചെയ്ത് ആ ഒരു ഉൽപ്പന്നം ഒരു പൊട്ടൻഷ്യൽ സാധ്യത, വിപണന സാധ്യത കണ്ടുപിടിക്കണം.
അത് തുടങ്ങാനുള്ള സാമ്പത്തിക സ്രോതസ്സും വലിയൊരു കാര്യമാണ്. നിരവധി ഫണ്ടിങ്, ചിലപ്പോൾ വായ്പ വേണ്ടി വരും. നിരവധി ഫണ്ടിങ് ഓപ്ഷൻസ്, ഏഞ്ചൽ ഫണ്ടിങ് ആയാലും വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ് ആയാലും നിരവധി സാമ്പത്തിക സ്രോതസ്സുകൾ വേണ്ടി വരും. ഈ രംഗത്ത് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതിയ ഇന്നൊവേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. പുതിയ ആശയം വേണം, ആശയം ഇന്നൊവേഷനായി മാറണം. സാധാരണയുള്ള ഒരു ആശയത്തെ വെച്ചിട്ട് പുതിയൊരു സ്റ്റാർട്ടപ്പുകൾ നമുക്ക് തുടങ്ങാൻ പറ്റില്ല. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള പുതിയൊരു ആശയങ്ങളായിരിക്കണം പുതിയൊരു സ്റ്റാർട്ടപ്പിലേക്ക് വരുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോഴും പല രീതിയിലുള്ള സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട്. ഇന്നൊവേഷൻസ് പല രീതിയിൽ വരുന്നുണ്ട്. ചിലപ്പോൾ കോർ ഇന്നൊവേഷൻ ആയിരിക്കും. കോർ ഇന്നൊവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ആധാർ ഒരു കോർ ഇന്നൊവേഷനാണ്. ചിലപ്പോൾ ഫ്രൂഗൽ ഇന്നൊവേഷൻ ആയിരിക്കും. ഫ്രൂഗൽ ഇന്നൊവേഷൻ എന്ന് വെച്ചാൽ ഞാൻ ബാംഗ്ലൂരിലൊരു സ്റ്റാർട്ടപ്പ് കണ്ടു. ഇപ്പോൾ ആപ്പിൾ ഫോൺ തകരാറായി കഴിഞ്ഞാൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആപ്പിൾ ഫോൺ റിപ്പയർ ചെയ്യുന്നൊരു സ്റ്റാർട്ടപ്പ് ഞാൻ ബാംഗ്ലൂരിൽ കണ്ടു. അപ്പോൾ പുതിയ ആപ്പിൾ ഫോൺ വാങ്ങിയിട്ട് അതിൻ്റെ സ്പെയർ പാർട്സ് വാങ്ങിയിട്ടാണ് ഈ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നത്. ആ സ്റ്റാർട്ടപ്പിൻ്റെ ടേൺ ഓവർ ഏതാണ്ട് 24 കോടിയാണ്. ബിടെക് പാസ്സായ ഒരു വിദ്യാർത്ഥി ബാംഗ്ലൂരിലെ കോറമംഗലയിൽ ഇത്തരം സ്റ്റാർട്ടപ്പ്, അതിന് ഫ്രൂഗൽ ഇന്നൊവേഷൻ എന്ന് പറയും. അതുപോലെ സയൻസ് ഇന്നൊവേഷൻസ് ഉണ്ട്, ടെക്നോളജിക്കൽ ഇന്നൊവേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഇന്നൊവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സ്റ്റാർട്ടപ്പ് പറ്റുള്ളൂ. അപ്പോൾ ഇന്നൊവേഷനെ കണ്ടുപിടിക്കുക, ഇന്നൊവേഷനിൽ എത്തുക, ഇന്നൊവേഷനെ തേടിയെത്തുക, ഇന്നൊവേഷൻ മനസ്സിൽ ഉദിക്കുക, അത് തന്നെയാണ് സ്റ്റാർട്ടപ്പിൻ്റെ ഉദയം. സർ, നമ്മൾ ഇന്നത്തെ വിഷയം മൃഗസ്പർശ മേഖലയിലെ സ്റ്റാർട്ടപ്പിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ മേഖലയിൽ സ്റ്റാർട്ടപ്പുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്? സാധാരണയായിട്ട് എല്ലാവർക്കും ഒരു ചിന്തയുണ്ട്, ഈ ഐ ടി അധിഷ്ഠിത മേഖലയിൽ മാത്രമേ സ്റ്റാർട്ടപ്പ് പ്രാവർത്തികമാക്കാൻ പറ്റൂ എന്നുള്ളൊരു ചിന്ത എല്ലാവരുടെ മനസ്സിലുണ്ട്. രാജ്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 സെക്ടറായി തിരിക്കാം. പ്രൈമറി സെക്ടർ കാർഷിക മേഖല, രണ്ടാമത്തെ സെക്ടർ ഇൻഡസ്ട്രിയൽ സെക്ടർ വ്യവസായ മേഖല, മൂന്നാമത്തെ സെക്ടർ സേവന മേഖല സർവീസസ് സെക്ടർ. കഴിഞ്ഞ 2016 നമ്മൾ എക്കണോമിക് റിവ്യൂ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കാർഷിക അതുപോലെ തന്നെ വ്യവസായ മേഖലകളെ പിന്തള്ളിക്കൊണ്ട് സേവന മേഖല കുതിച്ചേറുകയാണ്. ഈ സേവന മേഖലയിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സേവന മേഖലയിലേക്കുള്ള വളർച്ച വരുമ്പോൾ ഏറ്റവും തൊഴിലവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് സേവന മേഖലയിലാണ്. അപ്പോഴാണ് എപ്പോഴും ഒരു പ്രസക്തി, കാർഷിക മേഖലയുടെ വളർച്ച താഴോട്ടാണോ പോകുന്നത്. അപ്പോൾ കാർഷിക മേഖലയും സേവന മേഖലയിലെ വളർച്ചയ്ക്ക് ആനുപാതികമായി ഒരു മാറ്റത്തിലേക്ക് പോകുമ്പോഴാണ് കാർഷിക രംഗത്ത് അഗ്രി ബിസിനസ് എന്ന സംരംഭത്തിന് വലിയ പ്രസക്തി വരുന്നത്. പണ്ട് അഗ്രികൾച്ചർ ആയിരുന്നു, അഗ്രി പ്ലസ് കൾച്ചർ ആയിരുന്നു. ഇപ്പോൾ അഗ്രി പ്ലസ് ബിസിനസ്സിനാണ് വലിയ പ്രസക്തി വരുന്നത്. ഈ അഗ്രി ബിസിനസ് വരുമ്പോഴാണ് കാർഷിക മേഖലയിൽ അഗ്രി ബിസിനസ് സംരംഭങ്ങൾക്ക് പ്രസക്തി വരുമ്പോഴാണ് സ്റ്റാർട്ടപ്പുകൾക്ക് പ്രസക്തി വരുന്നത്. മൃഗസംരക്ഷണ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുമ്പോൾ മൃഗസംരക്ഷണ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട സ്റ്റാർട്ടപ്പുകളല്ല. എപ്പോഴും നമുക്ക് പല ഡിസ്റപ്ഷൻസും വരും. ഈ ഡിസ്റപ്ഷൻസിനെയാണ് നമ്മൾ ടെക്നോളജിയിലേക്ക് കൊണ്ടുവരുന്നത്. ഉദാഹരണമായിട്ട് മൃഗസംരക്ഷണ മേഖലയിൽ വെറ്റിനറി സർവകലാശാല വളരെ ഫലപ്രദമായ 2 സ്റ്റാർട്ടപ്പ് വില്ലേജുകൾ തൃശ്ശൂരിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഈ സ്റ്റാർട്ടപ്പുകളുടെ ഐഡിയ എന്നത് സേഫ് ടു ഈറ്റ് എന്ന ഉൽപ്പന്നങ്ങളാണ്. ഉദാഹരണമായിട്ട് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷ കാലയളവിൽ ക്യാൻസർ രോഗികളുടെ എണ്ണത്തിലുണ്ടായിരുന്ന വർധനവ് ഏതാണ്ട് 291%. അപ്പോൾ അധികരിച്ച രാസവളങ്ങളുടെയും അധികരിച്ച കീടനാശിനികളുടെയും കളനാശിനികളുടെയും ഉപയോഗം മൂലം നമ്മുടെ ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ ഇത്തരം വസ്തുക്കളുടെ ആൻറ്റിബയോട്ടിക് റെസിഡ്യൂസ് ആയാലും അതുപോലെ കീടനാശിനികളുടെ പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് ആയാലും കെമിക്കൽ റെസിഡ്യൂസിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വലിയ ഒരു ജൈവ കാർഷിക നയം സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചു, ഓർഗാനിക് ഫാമിംഗ് പോളിസി ജൈവകൃഷി. അപ്പോൾ ഓർഗാനിക് ഫാമിങ്ങിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നാം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ കീടനാശിനിയുടെയും രാസവസ്തുക്കളുടെയും മറ്റും അളവ് കുറഞ്ഞ തോതിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. സാർ, ഒരു കോളുണ്ട് സാർ. ഓക്കെ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ആരാണ്? അനിലാണ്. എവിടെന്നാ വിളിക്കുന്നത്? ഞാൻ സാറേ ഇപ്പൊ വിളിക്കുന്നത് ഖത്തറിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ചോദിച്ചോളൂ. പറയൂ. അപ്പൊ സാറേ എനിക്ക് ഇതിന്റെ തുടങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട്, ഒരു ഫാം. ഏത് ഫാമാണ്? ആടും പശുവും പോത്തും സാറേ. ഓക്കെ, എവിടെയാണ് തുടങ്ങാൻ? എനിക്ക് ചെങ്ങന്നൂർ എന്നുള്ള സ്ഥലത്താണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. എനിക്കിപ്പം കുറച്ച് സ്ഥലമുണ്ട്, വയലിന്റെ നടുവിലാണ് ഈ സ്ഥലം. ഓക്കെ. അപ്പം എനിക്ക് തുടങ്ങണമെങ്കിൽ എത്ര രൂപ വേണ്ടി വരുമെന്നൊന്ന് അറിയണം. പിന്നെ പഞ്ചായത്തിന്റെ അതെങ്ങനെയാണെന്നൊന്ന് അറിയണം. ഫാം തുടങ്ങണമെങ്കിൽ ഓക്കെ, പറയൂ. ഒരു ഫാം പഞ്ചായത്തിന്റെ അനുമതിയിൽ എത്ര അനുമതി ഇല്ലാതെ എത്ര ആടിനെ വളർത്താൻ പറ്റും? അപ്പം അനുമതിയോടുകൂടി 100 ആടി വളർത്തണമെങ്കിൽ അനുമതി വേണം, അത് ഒന്ന് അറിയണം സാറേ. എത്ര സ്ഥലമുണ്ട് താങ്കൾക്ക്? 68 സെന്റ് സ്ഥലമുണ്ട് സാർ. 3.5 ഏക്കർ സ്ഥലമുണ്ട് വയലിൽ. ഓക്കെ.
ഇപ്പോൾ ഫാം തുടങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങളെ ഫാം തുടങ്ങുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്നാമത് നിങ്ങൾ ആടും പശുവിൻ്റെ ഫാമും കോഴി ഫാമും കൂടെ തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഉദ്ദേശിക്കേണ്ടത് ഉൽപ്പാദന ചെലവ് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾക്കാണ് ആദ്യം പ്രാധാന്യം നൽകേണ്ടത്. അപ്പോൾ ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കന്നുകാലി വളർത്തലിൽ തീറ്റ ചെലവാണ്. തീറ്റ ചെലവാണ് ഏതാണ്ട് 75% ഉൽപ്പന്ന ചെലവ് വേണ്ടി വരുന്നത്. അപ്പോൾ ഇത്രയും ചെലവ് വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തീറ്റപ്പുൽ കൃഷി വളർത്താനുള്ള സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ വിഷയം സ്റ്റാർട്ടപ്പുകളും സംരംഭകത്വവുമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു പുതിയൊരു സംരംഭകനായിട്ട് നിങ്ങൾ NRI എന്നുള്ള രീതിയിൽ നിങ്ങൾ തിരിച്ച് ഇവിടെ വന്ന് നമ്മുടെ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ സംരംഭകത്വ മേഖലയിൽ നിരവധി പ്രോത്സാഹനങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ നിന്നായാലും വെറ്ററിനറി സർവകലാശാലയിൽ നിന്നായാലും നിങ്ങൾക്ക് ഫാമുകൾ എന്തൊക്കെ തുടങ്ങണം, ഏത് രീതിയിൽ തുടങ്ങണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും ലഭിക്കും. ദേശസാൽകൃത ബാങ്കിൽ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ സ്ഥാപനമായിട്ട് ബന്ധപ്പെടുക. അതുപോലെ വെറ്ററിനറി സർവകലാശാലയുടെ സംരംഭകത്വ വിഭാഗം ഓൺടർപ്രണർഷിപ്പ് ഡയറക്ടറേറ്റുമായിട്ട് ബന്ധപ്പെടുക. അതുപോലെ ക്ഷീരവികസന വകുപ്പുമായിട്ട് ബന്ധപ്പെടുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പുതിയ ഫാം തുടങ്ങേണ്ട മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഒരു പുതു സംരംഭകൻ എന്ന രീതിയിൽ നിരവധി പദ്ധതികളുണ്ട്. ഇപ്പം അത്തരം പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഫാമിനുള്ള സാമ്പത്തിക സഹായത്തിന് അപേക്ഷിക്കാം. ഇതിനുള്ള പരിശീലനം വെറ്ററിനറി സർവകലാശാല നിങ്ങൾക്ക് നൽകും. ഈ പരിശീലനം ലഭിക്കുന്ന നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള വിപണന തന്ത്രങ്ങളാണ് വേണ്ടത്, ഏതൊക്കെ രീതിയിലുള്ള ഉൽപ്പന്നങ്ങളാണ് വേണ്ടത്, പരമ്പരാഗതമായ ഉൽപ്പന്നങ്ങൾ മതിയോ അല്ല മികച്ച ലാഭം നേടുന്ന ഉൽപ്പന്നങ്ങൾ വേണോ, ഇങ്ങനെയുള്ള സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് പുതിയ ഫാം തുടങ്ങാനായിരിക്കണം നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മൃഗസംരക്ഷണ മേഖലയിൽ സ്റ്റാർട്ടപ്പിൻ്റെ പ്രസക്തി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് വന്നു. അപ്പം ഈ വർദ്ധിച്ച കീടനാശിനികളും ആൻറ്റിബയോട്ടിക്കുകളും മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിലാണ് ഒരു ഡിസ്റപ്ഷൻ നമുക്ക് ഇതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടെക്നോളജിയിലൂടെ പുതിയ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ സുരക്ഷിതമായ ഭക്ഷണം എന്ന കോൺസെപ്റ്റാണ് മൃഗസംരക്ഷണ മേഖലയിൽ കൊണ്ടുവരാൻ തുടങ്ങി. അതിൻ്റെ ആവശ്യമായിട്ടാണ് സേഫ് ടു ഈറ്റ് എന്ന ഉൽപ്പന്നങ്ങൾ. അപ്പോൾ എപ്പോഴും നമ്മൾ മൃഗസംരക്ഷണ മേഖലയിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട സേഫ് ടു ഈറ്റ് ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ നമുക്ക് ഒരു മൃഗസംരക്ഷണ മേഖല മാത്രം പോരാ. രാജ്യത്തുടനീളം സർവകലാശാലകൾ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ചെറിയ ചെറിയ സർവകലാശാലകളായിട്ട് ചെറിയ ചെറിയ തുരുത്തുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഉദാഹരണമായിട്ട് കേരളത്തിൽ തന്നെയാണെങ്കിൽ കേരള കാർഷിക സർവകലാശാല ഉപയോഗിച്ച് വെറ്ററിനറി സർവകലാശാലയും ഫിഷറി സർവകലാശാലയും എല്ലാം ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കാർഷിക മേഖലയിൽ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ, കാർഷിക മേഖലയിൽ ജൈവകൃഷിക്ക് പ്രാധാന്യം നൽകുമ്പോൾ, അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ സുരക്ഷിതമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന സേഫ്റ്റി സംരംഭങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ ഈ മേഖല മുഴുവൻ ഒന്നിച്ചു നിൽക്കണം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൃഗസംരക്ഷണ മേഖലയിൽ ഈ സെക്ടേഴ്സിനെ മുഴുവനായിട്ട് സംയോജിപ്പിക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യം വളർത്തൽ എന്നിവയെ പരസ്പര പൂരിതമായി സംയോജിപ്പിച്ച് കൊണ്ട് മാത്രമേ സ്റ്റാർട്ടപ്പുകൾ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ജൈവ കൃഷിയും സേഫ്റ്റി ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെങ്കിൽ ജൈവവളം അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ പശു വളർത്തലോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു ഭക്ഷ്യവസ്തുക്കൾ, ഇപ്പോൾ നമ്മളെ മൃഗസംരക്ഷണ മേഖലയിലാണെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും ജന്തുജന്യ ഉൽപ്പന്നങ്ങളാണ്. പാലുൽപ്പന്നങ്ങൾ, ഇറച്ചി ഉൽപ്പന്നങ്ങൾ, മുട്ട, അവയുടെ ഉൽപ്പന്നങ്ങൾ, ഇതാണ് ഏറ്റവും കൂടുതലായിട്ട്. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കോൺസെപ്റ്റ് എന്നുള്ളത് സുരക്ഷിതമായ ഭക്ഷണം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. എങ്ങനെ സുരക്ഷിതമായ ഭക്ഷണം പ്രോത്സാഹിപ്പിക്കുക? ഈ വിവിധ സെക്ടറുകളെ, വിവിധ മേഖലകളെ നമ്മൾ സമന്വയിപ്പിക്കുന്നു. പശു വളർത്തലായാലും, ആട് വളർത്തലായാലും, കോഴി വളർത്തലായാലും, നെൽകൃഷിയായാലും, പച്ചക്കറി കൃഷിയായാലും, മത്സ്യം വളർത്തലായാലും ഇതിനെ നമ്മൾ സമന്വയിപ്പിക്കുന്നു. സാർ ഒരു കോൾ ഉണ്ട്. ആരാ സംസാരിക്കുന്നത്? കൃഷി ദർശനിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് ദിൽകുമാർ എന്നാണ്. എവിടെന്നാ വിളിക്കുന്നത്? പുതുക്കാട്, തൃശ്ശൂർ അടുത്ത് പുതുക്കാട്. ദിൽകുമാർ പറയോ. സാർ, എനിക്കുള്ള സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ ഒരു ഡയറി ഫാം ഓണറാണ്. എനിക്ക് ഒരു 65 പശു എന്റെ കയ്യിലുണ്ട്. ഓക്കെ. ഞങ്ങൾ ഈ അഗ്രികൾച്ചറൽ മേഖലയിലാണോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഇൻഡസ്ട്രിയൽ മേഖലയിലാണോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ സംശയം. ഓക്കെ സാർ, അതിനൊരു മറുപടി ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്റെ അടുത്ത ചോദ്യം ചോദിക്കാമായിരുന്നു സാറിന്റെ അടുത്ത്. ഈ ഡയറി ഫാമിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യവശാൽ അത് കാർഷിക മേഖലയിലും പെടുന്നില്ല, വ്യവസായ മേഖലയിലും പെടുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ചോദ്യം ചോദിക്കൂ സാർ. അപ്പൊ ഞങ്ങൾ ഏത് മേഖലയിൽ നിന്നിട്ടാണ് പ്രവർത്തിക്കേണ്ടത്? സ്റ്റാർട്ടപ്പ് ഞങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ സാർ, ഞങ്ങൾ ഏത് മേഖലയിൽ പോകണം?
ഞാൻ 20 വർഷമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാർ. ഇത് ഗവൺമെന്റിന് ഇതിനൊരു മറുപടി പറയാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്കും പറയാൻ പറ്റുന്നില്ല. അല്ല, സ്റ്റാർട്ടപ്പുകൾ ഞാൻ വ്യക്തമായ മറുപടി പറഞ്ഞു. ഈ ഡയറി ഫാമിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കിട്ടുന്ന അഗ്രികൾച്ചർ ആൻഡ് അലീഡിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുമെങ്കിലും വായ്പ ലഭിക്കാൻ പോകുമ്പോൾ അഗ്രികൾച്ചറിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഡയറി ഫാമിന് കിട്ടുന്നില്ല എന്ന് തന്നെയാണ് ഒരുപക്ഷെ നിങ്ങൾ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അല്ല സാർ, അല്ല, ഞാൻ വായ്പയുടെ കാര്യമല്ല സാർ പറഞ്ഞത്. അതുപോലെ ഇതിനെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു പുതിയ സംരംഭത്തിലേക്ക് തിരിയണമെങ്കിൽ ആസ് ആൻ ഓണ്ടർപ്രണർ എന്ന രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന പല ആനുകൂല്യങ്ങളും ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യം, നിങ്ങളിപ്പം ഡയറി ഫാമിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു തൊഴിൽ സംരംഭങ്ങളിലേക്ക് മാറാവുന്ന, സ്റ്റാർട്ടപ്പിലേക്ക് മാറാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സെക്ടർ ഫുഡ് പ്രോസസിംഗ് സെക്ടറാണ്, ഭക്ഷ്യ സംസ്കരണ സെക്ടറാണ്. അപ്പൊ ഭക്ഷ്യ സംസ്കരണ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട പുതിയ സംരംഭങ്ങൾ എന്ന രീതിയിലേക്ക് നിങ്ങൾ മാറുമ്പോൾ ഈ കൃഷിയിലും വ്യവസായത്തിലും കിട്ടുന്നതിനേക്കാളും ആനുകൂല്യങ്ങൾ ഒരു സംരംഭകൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കും. ഉദാഹരണമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫുഡ് പ്രോസസിംഗ് മിനിസ്ട്രി പ്രകാരം 1/3 ഗ്രാന്റ് ഇൻ എയ്ഡാണ് ഫുഡ് പ്രോസസിംഗ് സംരംഭങ്ങൾക്ക് ലഭിക്കുന്നത്. മാത്രമല്ല പുതിയ സ്റ്റാർട്ടപ്പുകൾ നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള ധനസഹായമായിട്ട് ഏഞ്ചൽ ഫണ്ടിങ്ങും അതുപോലെ തന്നെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ്ങും ലഭിക്കുന്നു. അപ്പോൾ പുതിയ സംരംഭകനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടാക്സ് ഇളവുകളും ലഭിക്കുന്നു. അപ്പോൾ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഫുഡ് പ്രോസസിംഗ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഡയറി ഫുഡ് പ്രോസസിംഗ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംരംഭത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് നീങ്ങുന്നതാണ് ഏറ്റവും കരണീയം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 രീതിയിൽ നിങ്ങൾക്ക് നീങ്ങാം. ഒന്ന് ഡിപ്പാർട്ട്മെന്റ് തൃശ്ശൂർ ജില്ലയിലല്ലേ, തൃശ്ശൂർ അയ്യന്തോളിലുള്ള ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ഉണ്ട്, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെന്ററിന്റെ കീഴിൽ DICയുടെ കീഴിൽ ഇപ്പോഴത്തെ എറണാകുളത്ത് അടുത്ത കാലത്തായിട്ട് അവരൊരു ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്റർ ആരംഭിച്ചിട്ടുണ്ട്, സംരംഭകർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള. രണ്ടാമത്തേത് വെറ്റിനറി സർവകലാശാലയുടെ കീഴിൽ തൃശ്ശൂരിലും തിരുവനന്തപുരത്തും പൂക്കോട്, വയനാട് ജില്ലയിലെ പൂക്കോടും ഡയറക്ടറേറ്റ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ട്, സംരംഭകത്വ കേന്ദ്രങ്ങളുണ്ട്. മൂന്നാമത് നിങ്ങളുടെ മേഖല ഫുഡ് പ്രോസസിംഗ് സെക്ടർ ആയതുകൊണ്ട് ഫുഡ് പ്രോസസിംഗ് മന്ത്രാലയമായിട്ട്, കേന്ദ്ര ഫുഡ് പ്രോസസിംഗ് മന്ത്രാലയം, അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ഓണ്ടർപ്രണർഷിപ്പ് ആയിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇത് കൂടാതെ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ്, ക്ഷീരവികസന വകുപ്പുമായിട്ടും സപ്പോർട്ട് സർവീസസിന് നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ദേശസാൽകൃത ബാങ്കുകളുമായി ചേർന്നുകൊണ്ട് മുദ്രാ യോജനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സാമ്പത്തിക സഹായത്തിനും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൃഷിദർശനിലേക്ക് വിളിച്ചതിന് നന്ദി സർ. നമ്മൾ പറഞ്ഞു വന്നത് മൃഗസംരക്ഷണ മേഖലയിൽ മൃഗസംരക്ഷണ മേഖലയിലെ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് സംയോജിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സംയോജിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ശ്രമകരമായ ഒരു കടമയാണ്. എന്താ വെച്ചാൽ പരമ്പരാഗതമായിട്ട് കർഷകർ കൂടുതൽ കീടനാശിനികളും കൂടുതൽ രാസവളവും ഒക്കെ ഉപയോഗിച്ച് ശീലിച്ച ഒരു കർഷക സമൂഹത്തെ ഇതൊന്നും ഉപയോഗിക്കാതെ സുരക്ഷിതമായ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസസിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അടുത്ത കടമ്പ. ഈ ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസസ് GAP എന്ന് പറയും. ഈ ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസസിലേക്ക് GAP സർട്ടിഫിക്കേഷനിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ നിരന്തരമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അതായത് ഇതൊന്നും ഇല്ലാതെ തന്നെ കീടനാശിനിയും അതുപോലെ ആന്റിബയോട്ടിക്കും ഇല്ലാതെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ എങ്ങനെ പറ്റും? മൃഗസംരക്ഷണ മേഖലയാണ് നമ്മൾ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത്. കീടനാശിനികളും മറ്റേ രാസവളങ്ങളും ഉപയോഗിക്കുന്നത് കാർഷിക മേഖലയിലാണ്. അതുപോലെ മത്സ്യം വളർത്തലെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിന്റെ മലിനീകരണം, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, BOD ലെവൽ കുറയ്ക്കേണ്ടതുണ്ട്. ഇതൊക്കെ വലിയൊരു ശ്രമകരമായ ഒരു ജോലിയാണ്. അപ്പോൾ ഈ ഒരു ജോലിയിലേക്ക് ഇതിലേക്ക് കൂടുതൽ അവബോധം വളർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതലായിട്ട് ഇപ്പോൾ നമ്മളെ തൃശ്ശൂരിലെ തുടങ്ങിയെന്ന് വെച്ചാൽ തൃശ്ശൂരിലെ 2 സ്റ്റാർട്ടപ്പ് വില്ലേജ് സംരംഭങ്ങളാണ് തൃശ്ശൂരിൽ ആരംഭിച്ചത്. തൃശ്ശൂർ കോർപ്പറേഷനിലെ ഒളരിയിലെ പുല്ലഴി കോളിലാണ്. കോൾ ലാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എല്ലായ്പ്പോഴും വെള്ളം കെട്ടിയിരിക്കുന്ന സ്ഥലങ്ങളാണ് കോൾ നിലയങ്ങൾ എന്ന് പറയുന്നത്. അവിടുത്തെ 30 സംരംഭകരെയാണ് നമ്മൾ ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തത്. ഈ 30 സംരംഭകർ ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസസ് ചെയ്യാൻ താല്പര്യമുള്ള 30 സംരംഭകരെ തെരഞ്ഞെടുത്ത് വ്യക്തമായ സർവേയിലൂടെ അവരുടെ ഏതൊക്കെ രീതിയിലുള്ള പ്രാക്ടീസസ് ആണ് അവരുള്ളത്. എല്ലാവരും എല്ലാം ചെയ്യണമെന്നില്ല. ചിലർ പശു വളർത്തും മേഖലയിൽ മാത്രമാണോ? അല്ല, ഈ സ്റ്റാർട്ടപ്പ് എന്നത് മൃഗസംരക്ഷണ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോഴും കൃഷിക്കും മത്സ്യം വളർത്തലും എല്ലാം ചേർന്നുള്ള സ്റ്റാർട്ടപ്പാണ്. ഇതിൽ ചിലർ പശുക്കളെ വളർത്തുണ്ടാവും, ചിലർക്ക് കോഴികളെ വളർത്തുണ്ടാവും, ചിലർ തീറ്റപ്പുൽ കൃഷി ഉണ്ടാവും, ചിലർക്ക് നെൽകൃഷി ഉണ്ടാവും, ചിലർക്ക് പച്ചക്കറി കൃഷി ഉണ്ടാവും. അപ്പോൾ ഇവരെ ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി. തുടർന്ന് ഇവർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ സർവകലാശാലയുടെ റെസിഡ്യൂ മോണിറ്ററിംഗ് ലബോറട്ടറി ഉണ്ട്, NABL അക്രഡിറ്റഡ് ലബോറട്ടറികളിൽ പരിശോധിപ്പിച്ച് ആന്റിബയോട്ടിക്കിന്റെയോ കീടനാശിനികളെയോ രാസവസ്തുക്കളുടെയോ അളവ് ശുപാർശയിലും പറഞ്ഞതിലും കുറഞ്ഞ അളവ് ഉണ്ടെന്ന് നിജപ്പെടുത്തി സർട്ടിഫൈ ചെയ്തിട്ടാണ് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുന്നത്. കസവ് എന്ന ബ്രാൻഡിലാണ് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുന്നത്. സേഫ് ടു ഈറ്റ് എന്ന ബൈലൈൻ കൊടുത്താണ് വിപണിയിൽ ഇറക്കുന്നത്. സർ, ഒരു കോൾ ഉണ്ട്. കൃഷിദർശനിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
ഹലോ, എന്റെ പേര് ഹരികൃഷ്ണൻ എന്നാണ്. എവിടെന്നാ വിളിക്കുന്നത്? ഇരിഞ്ഞാലക്കുട, തൃശ്ശൂർ. ശരി, ചോദിച്ചോളൂ. ഓക്കെ, ഹരീഷ് പറയൂ. സാർ, ഞാനൊരു പഴയൊരു ആശയം എന്റെ കയ്യിൽ ഉണ്ടായതാണ്. ഇപ്പൊ ഈ ഒരു പരിപാടി കണ്ടപ്പോ തോന്നിയതാണ് വീണ്ടും ഒന്ന് സംശയം ചോദിക്കാൻ. ചോദിച്ചോളൂ. തീർച്ചയായും. നമ്മുടെ ഇപ്പോ ഉൽപാദകരും ചെറുകിട വിപണിക്കാരുണ്ടല്ലോ, തീർച്ചയായും റീറ്റെയിൽ അവരെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് ലെവലിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോ അങ്ങനെ തുടങ്ങുമ്പോ നമ്മുടെ കേരളത്തിൽ മാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ജില്ലകളെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമ്മളത് തുടങ്ങിയാൽ അതിന്റെ സാധ്യത എത്രയുണ്ടാവും? നമ്മൾ എടുക്കുന്ന എഫോർട്ടിന് ഒരു ഗുണം കിട്ടുമോ? ഏതാണ് പ്രൊഡക്റ്റ്? ഏതാണ്? എത്ര ഉൽപാദകരുണ്ടോ ഈ എല്ലാ ഭക്ഷ്യവസ്തുക്കളും ഒന്ന് വിപണിയിലേക്ക് എത്തിക്കാൻ? ഓക്കെ, ഹരീഷൻ പറഞ്ഞത് വളരെ നല്ലൊരു ഐഡിയ ആണ്. ഇപ്പോഴും വരുന്ന പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ പല പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ മൊബൈൽ പ്ലാറ്റ്ഫോമിൽ വളരെ കൂടുതലായിട്ട് സ്റ്റാർട്ടപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുമ്പോൾ ഉൽപാദകർ ഒരു സൈഡിലും റീറ്റെയിൽ ഒരു സൈഡിലും വരുമ്പോൾ ഇ കോമേഴ്സിന് വലിയ പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഡിമോണിറ്റൈസേഷന് ശേഷം ഡിജിറ്റലൈസേഷന് വലിയ പ്രാധാന്യം വരുമ്പോൾ നെറ്റ്വർക്കിങ്ങിന് വലിയ പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉൽപാദകരിനെ സംഭരിച്ച് റീറ്റെയിലേക്ക് എത്താവുന്നുള്ള ഒരു BR സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ B2C സിസ്റ്റം, അതായത് പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ സിസ്റ്റത്തിന് വലിയ പ്രസക്തിയുണ്ട്. അപ്പോൾ ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യലി എനിക്ക് തോന്നുന്നത് ഇരിഞ്ഞാലക്കുട എന്ന രീതിയിലായതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് തുടക്കത്തിൽ തുടങ്ങുകയും അതിനുശേഷം കേരളത്തിലുടനീളം വ്യാപിപ്പിക്കുകയും തുടർന്ന് രാജ്യത്തുടനീളം വ്യാപിപ്പിക്കാനും വലിയ സാധ്യതയാണുള്ളത്. അപ്പോൾ നമ്മളൊരു കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനും അതിനനുസരിച്ചുള്ള ഒരു ഉപഭോക്തൃ സമൂഹത്തെ നെറ്റ്വർക്കിലൂടെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് വേണ്ടത്. ഇപ്പോൾ കർണാടകയിലാണെങ്കിൽ ബാംഗ്ലൂരിലൊക്കെ ആണെങ്കിൽ യഥേഷ്ടം ഇത്തരം സ്റ്റാർട്ടപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇന്ന് വെബ് പോർട്ടലുകൾ പിന്തള്ളിക്കൊണ്ട് മൊബൈൽ ആപ്പുകൾക്ക് വലിയ പ്രസക്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൊബൈൽ ബേസ്ഡ് പ്ലാറ്റ്ഫോമിൽ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് വളരെയേറെ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ എല്ലാ ഭക്ഷ്യോൽപ്പന്നങ്ങൾക്കുമാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏതാണ്ട് ഇന്ത്യക്കാരൻ മൊത്തം വരുമാനത്തിന്റെ പ്രതിദിന വരുമാനത്തിന്റെ 51% ഭക്ഷണത്തിന് വേണ്ടി, ദിവസ വരുമാനത്തിന്റെ 51% ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. ഇതിൽ തന്നെ 28% നഗരപ്രദേശങ്ങളിൽ പാലിനും മുട്ടക്കും ഇറച്ചിക്കും മത്സ്യത്തിനും വേണ്ടിയിട്ടാണ്. പച്ചക്കറിക്കും ധാന്യങ്ങൾക്കും വേണ്ടിയിട്ട് നഗരപ്രദേശങ്ങളിൽ 26% മാത്രമേ ചെലവഴിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ ഇത് 24-26 അപ്പോൾ ജന്തുജന്യ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഒരു 2% മാർജിനൽ ഇൻക്രീസ് എപ്പോഴും ഇന്ത്യയിൽ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ശുചിത്വ ബോധത്തോടെ അതുപോലെ കീടനാശിനികളൊന്നുമില്ലാതെ സുരക്ഷിതമായ ഭക്ഷണം നെറ്റ്വർക്കിങ്ങിലൂടെ ഒരൊറ്റ ക്ലിക്കിൽ അല്ലെങ്കിൽ ഒരൊറ്റ കോളിൽ ഒരൊറ്റ ആപ്പിലൂടെ കർഷകർക്കും ഉപഭോക്താക്കൾക്കും ലഭിക്കാനുള്ള സൗകര്യം ഏർപ്പെടുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഉൽപ്പാദകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മെച്ചപ്പെട്ട വിപണി ലഭിക്കും. കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ അവർക്ക് വാങ്ങാൻ ലഭിക്കും. ഇത് വളരെ മികച്ചൊരു ആശയമാണ്. ഇത്തരം സ്റ്റാർട്ടപ്പുകൾ തന്നെ യഥേഷ്ടം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആശയം ഇനി അധികം സൂക്ഷിക്കാതെ വളരെ പെട്ടെന്ന് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനാണ് താങ്കൾ ശ്രമിക്കേണ്ടത്. ഒരു സംശയം കൂടിയുണ്ട്. ചോദിച്ചോളൂ. നമ്മള് ആപ്ലിക്കേഷൻ ലെവലില് ഇത് ചെയ്യണമെങ്കിൽ ഒരു 1 ലക്ഷം രൂപ നമ്മൾ ആപ്ലിക്കേഷന് വേണ്ടി ചെലവാക്കേണ്ടി വരും. പിന്നെ ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് വേണ്ടി വരും. ആപ്ലിക്കേഷൻ അത്ര എളുപ്പത്തിൽ നമുക്ക് എന്ന് വെച്ചാൽ പല ആൾക്കാരും ഇപ്പോ ഈ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കണമെങ്കിൽ ആപ്ലിക്കേഷന്റെ ഒരു ഇതിലൊന്നും എത്തിയിട്ടില്ല. പല ഉത്പാദകരും അതുപോലെ നമ്മുടെ ഈ വിപണി കൈകാര്യം ചെയ്യുന്നവർ. ഇപ്പോൾ പ്രധാനമായും മൊബൈൽ ആപ്ലിക്കേഷൻസ് വരുന്നത് താങ്കൾക്ക് അറിയുന്ന പോലെ തന്നെ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഡെവലപ്മെന്റിന് 1 ലക്ഷം രൂപയിൽ നിന്നൊക്കെ താഴെ ചിലവ് വരുന്നേ ഉള്ളൂ. അത്ര കൂടുതൽ ചിലവ് വരുന്നില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നിങ്ങളൊരു ടെക്നോളജി സൊല്യൂഷൻ പ്രൊവൈഡറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അതിനുള്ള ഇന്റർഫേസ് തയ്യാറാക്കി ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഇതിന്റെ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സോഷ്യൽ മീഡിയ വളരെ കരുത്താർച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ കരുത്താർജിക്കുമ്പോൾ ഇത് മാർക്കറ്റ് ചെയ്യാൻ വലിയൊരു പ്രയാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഗവൺമെന്റ് തലത്തിൽ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടും, സഹായം അല്ലെങ്കിലും അങ്ങനത്തെ ഒരു സപ്പോർട്ടുകൾ ഉണ്ടാവും? സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉണ്ട്. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ട്. അതുപോലെ തന്നെ നാഷണൽ അസോസിയേഷൻ ഫോർ സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനിയുടെ നാസ്കോമിന്റെ
സ്റ്റാർട്ടപ്പ് പ്രൊമോഷൻ പ്രോഗ്രാംസ് ഉണ്ട്, നിരവധി ഫാബ് ലാബുകൾ കേരളത്തിലുണ്ട്, വെറ്ററിനറി സർവകലാശാലയുടെ ഡയറക്ടറേറ്റ് ഓഫ് ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, അതുപോലെ തന്നെ നിരവധി ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ കേന്ദ്രങ്ങളുണ്ട്. ഇതിനൊക്കെ യഥേഷ്ടം സഹായം ലഭിക്കും. അപ്പോൾ നിങ്ങൾ വേണ്ടത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആശയം, ആ ഒരു ഇന്നോവേഷനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ ഏതൊക്കെ രീതിയിൽ പോകണം എന്നുള്ള തയ്യാറെടുപ്പോട് കൂടി ഇത്തരം സ്ഥാപനങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ലഭിക്കുന്നതാണ്. ഓക്കെ സാർ, വിവരങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. താങ്ക് യു. കൃഷിദർശനിലേക്ക് വിളിച്ചതിന് നന്ദി സാർ. നമ്മൾ പറഞ്ഞു വന്നത് ചോദ്യമാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസസിലേക്ക് കൊണ്ടുവരികയാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ നമ്മളിപ്പോൾ തൃശ്ശൂരിലെ മൃഗസംരക്ഷണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാലും ഡോക്ടർ വിമൽ സൂചിപ്പിച്ച പോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളും ഉണ്ട്. ഇത്തരം ഉൽപ്പന്നങ്ങളുടെ റെസിഡ്യൂ പീരിയോഡിക്കായിട്ട് റെസിഡ്യൂ മോണിറ്റർ ചെയ്യുകയാണ്. ആൻറ്റിബയോട്ടിക് റെസിഡ്യൂ, അതുപോലെ കെമിക്കൽ റെസിഡ്യൂ, അതുപോലെ പെസ്റ്റിസൈഡ് റെസിഡ്യൂ നോക്കിയിട്ട് റെസിഡ്യൂ ഇല്ലയെന്ന് ഉറപ്പുവരുത്തി സർട്ടിഫൈ ചെയ്ത ശേഷമാണ് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുന്നത്. അടുത്ത സ്റ്റാർട്ടപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്നുള്ളത് ഇതിൻ്റെ മാർക്കറ്റിംഗ് ആണ്. ഈ ഉൽപ്പന്നങ്ങൾ എവിടെ വിപണനം നടത്തും? ഈ സ്റ്റാർട്ടപ്പിൽ തന്നെ ഒരു ഐഡിയ ഉണ്ട്, സേഫ് ടു ഈറ്റ് എന്ന ഉൽപ്പന്നമാണ്. ഈ സേഫ് ടു ഈറ്റ് എന്ന ഉൽപ്പന്നത്തിൽ കീടനാശിനി ആൻറ്റിബയോട്ടിക്കുകൾ ഇല്ല എന്നുള്ളതൊരു ബോധം ഉപഭോക്താവിൻ്റെ മനസ്സിൽ ജനിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സോഷ്യൽ മീഡിയയ്ക്കും മാധ്യമങ്ങൾക്കും വലിയൊരു പ്രധാനപ്പെട്ട റോള് തന്നെ ഇതിലുണ്ട്. അതിനുശേഷം ഇതേ സംരംഭകർ തന്നെ അവർ സ്വന്തമായിട്ട് അവർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ, അരി, പച്ചക്കറി, കോഴിയിറച്ചി, അതുപോലെ തന്നെ പാൽ, കോഴിമുട്ട, മത്സ്യം, ഇത്തരം ഉൽപ്പന്നങ്ങൾ അവർ തന്നെ അവരുടേതായ ഈ 30 സംരംഭകരും ചേർന്നുകൊണ്ട് അവരുടേതായ സെയിൽസ് സെന്റർ തുടങ്ങി ഈ സ്റ്റാർട്ടപ്പ് ഉൽപ്പന്നങ്ങൾ മാത്രം വിപണനം നടത്താൻ വേണ്ടി. അത്തരം ഉൽപ്പന്നങ്ങൾ സർവകലാശാലയുടെയും അതുപോലെ തന്നെ അവർ സ്വന്തമായിട്ട് തൃശ്ശൂർ ഒളരിയിൽ ആരംഭിച്ച സെയിൽസ് കൗണ്ടറിലൂടെയാണ് വിപണനം നടത്തുന്നത്. വിപണനത്തെ സംബന്ധിച്ചും വളരെ രസകരമായ കാര്യമാണ്. അതായത് കൊണ്ടുവന്ന ഉൽപ്പന്നങ്ങൾ ഏതാണ്ട് 2-3 മണിക്കൂറിനകമാണ് മുഴുവൻ ഉൽപ്പന്നങ്ങളും വിറ്റുപോകുന്നത്. ഏതാണ്ട് ഒരു സെയിൽസ് കൗണ്ടറിൽ തന്നെ ഏതാണ്ട് 15,000 രൂപയുടെ സെയിൽസാണ് ഒരു ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് അവബോധം വന്നുകൊണ്ടിരിക്കുകയാണ് സുരക്ഷിതമായ ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം. ഈ സുരക്ഷിതമായ ഭക്ഷണം ഒരു സുരക്ഷിതമായ ഒരു സോഴ്സ് നിന്ന് ലഭിക്കാനുള്ള ഒരു സ്റ്റാർട്ടപ്പുകൾക്കാണ് പ്രാധാന്യം വന്നിരിക്കുന്നത്. ഇതാണ് ആദ്യത്തെ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സാർ, ഈ സംരംഭകർ വരുമ്പം അവർക്ക് അവരുടെ പുത്തൻ ആശയം ചിലപ്പോൾ ഒരു ക്രൂഡ് ഫോമിലായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ സപ്പോർട്ടാണ് ഈ വെറ്ററിനറി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർക്ക് നൽകാൻ കഴിയുക ഒരു സ്റ്റാർട്ടപ്പായിട്ട് രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട്? ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചില കർഷകർക്കും ചില സംരംഭകർക്കും അവരുടെ മനസ്സിൽ ഒരുപാട് ആശയങ്ങളുണ്ടാവും. അപ്പോൾ ഈ ആശയങ്ങളിൽ ചില ആശയങ്ങളിൽ നമ്മൾ അവരുടെ മനസ്സിലൊരു ആശയം ഉണ്ടെങ്കിൽ അതിനെ നമ്മളൊന്ന് ശാസ്ത്രീയവൽക്കരിക്കേണ്ടിയിരിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ചില ആശയങ്ങൾ ചിലപ്പം വളരെ നടപ്പിലാക്കാൻ പറ്റാത്ത ആശയങ്ങളായിരിക്കും. ചില ആശയങ്ങളെ നമ്മളൊന്ന് റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മികച്ച സ്റ്റാർട്ടപ്പുകൾക്കുള്ള ആശയങ്ങളാണ്. അപ്പോൾ അത്തരം ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അത്തരം ഇന്നോവേഷനെ കണ്ടെത്താനും അത്തരം ഇന്നോവേഷൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സർവകലാശാല നിരന്തരമായിട്ട് ഓൺടർപ്രണർഷിപ്പ് സമ്മിറ്റുകൾ നടത്തുന്നുണ്ട്. അതായത് യുവ സംരംഭകരുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ സംരംഭക മീറ്റുകൾ സംഘടിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ഐഡന്റിഫൈ ചെയ്ത സംരംഭകരെ, ആ മികച്ച ഇന്നോവേഷൻസ് ഐഡന്റിഫൈ ചെയ്തവരെ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കുള്ള പരിശീലനം കൊടുക്കുന്നു. തുടർന്ന് അങ്ങോട്ട് അവരുടെ ആശയം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിനെ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷനിലേക്ക് വിടുന്നു. അങ്ങനെ അതിനെ സ്കെയിലപ്പ് ചെയ്യാനുള്ള, അത് വളർത്തിയെടുത്തുകൊണ്ട് അവർ ഉൽപ്പന്നത്തിലേക്ക് എത്താനും അതിനെ കമേഴ്ഷ്യലൈസ് ചെയ്യാനുള്ള എല്ലാവിധ പരിശീലന പരിപാടികളും സർവകലാശാല ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ഏതൊരു അർത്ഥത്തിലാവട്ടെ, ഏത് ഉൽപ്പന്നമാകട്ടെ, മൃഗസംരക്ഷണ മേഖലയായോ കാർഷിക ഉൽപ്പന്നമായാലും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രീതിയിലും ഉള്ള സപ്പോർട്ട് സർവീസസ് ആണ് കൊടുക്കുന്നത്. പലപ്പോഴും ഞങ്ങൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മൃഗസംരക്ഷണ സംരംഭങ്ങൾ മാത്രം എന്നതിനപ്പുറം കൃഷിയും മൃഗസംരക്ഷണവും കൂട്ടിച്ചേർന്നുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് സംരംഭങ്ങൾക്കാണ് എപ്പോഴും ഒരു സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ സുസ്ഥിരത കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും നമ്മളൊരു പശു വളർത്തലിനപ്പുറം പശു വളർത്തലിനോടൊപ്പം പച്ചക്കറി കൃഷിയും അല്ലെങ്കിൽ മത്സ്യം വളർത്തലും അല്ലെങ്കിൽ അതോടൊപ്പം ആട് വളർത്തലും അതോടൊപ്പം കോഴി വളർത്തലും അങ്ങനെ ഒരു മിക്സഡ് ഫാം കോൺസെപ്റ്റിലുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് കൂടുതലായിട്ട് സുസ്ഥിരത കൈവരിക്കുന്നത് എന്നുള്ളതാണ് ഈ കാലയളവിൽ ഞങ്ങൾ കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിനപ്പുറം തന്നെ ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് ജില്ലയിൽ ചെയ്തൊരു പ്രധാനപ്പെട്ട ഈ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പ്രിസിഷൻ ഫാമിങ്ങിന് വലിയ പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുകയാണ്, കൃത്യത കൃഷിക്ക്. അപ്പോൾ അതായത് ഒരു പശുവിന് ആവശ്യമായ കൃത്യമായ അളവിലുള്ള മൂലകങ്ങളും കൃത്യമായ അളവിലുള്ള വിറ്റാമിനുകളും ധാതുലവണങ്ങളും ലഭിക്കണം. പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന വിറ്റാമിൻ ധാതുലവണ മിശ്രിതങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പൊതുവെ ഒരൊറ്റ പാക്കേജ് ആയിരിക്കും. ഓരോ ജില്ലയിലുള്ള മിനറൽസിൻ്റെ ധാതുക്കളുടെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. ഒരുപക്ഷെ ഒരു ജില്ലയിൽ സിങ്ക് കൂടുതലും കോപ്പർ കുറവായിരിക്കും, വേറൊരു ജില്ലയിൽ തിരിച്ച് മറിച്ചായിരിക്കും. പക്ഷേ ഇത് വരുമ്പോൾ ഒരു വിറ്റാമിൻ ധാതുലവണ മിശ്രിതം ഒരു റെഡിമെയ്ഡ് പാക്കറ്റാക്കി വരുമ്പോൾ ഇതെല്ലാം ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ ചിലപ്പോൾ കൂടുതലുള്ളിടത്ത് തന്നെ കൂടുതൽ മൂലകങ്ങൾ നമ്മൾ വീണ്ടും കൊടുത്തേണ്ടിയിരിക്കും. ഇങ്ങനെ വരുമ്പോൾ പശുക്കളുടെ ശരീരത്തിൽ അസന്തുലിതാവസ്ഥ ഉണ്ടാകുകയും ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പ്രിസിഷൻ ഫാമിങ്ങിലൂടെ നമ്മളെ ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്
പ്രൊഡക്ടിവിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ നമ്മൾ വളർത്തുന്ന പശു 15 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു പശുവായിരിക്കാം. പക്ഷേ ഈ പശുവിൻ്റെ ഉൽപ്പാദനം 5 ലിറ്ററോ 6 ലിറ്ററോ 7 ലിറ്ററോ ആയിരിക്കും. അപ്പോൾ എങ്ങനെ പരമാവധി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലഞ്ച്. ഈ ചലഞ്ചും ഒരു ഡിസ്റപ്ഷനാണ്. അവിടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ എല്ലാ സെക്ടറിലേക്കും കൊണ്ടുവന്നുകൊണ്ട് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രിസിഷൻ ഫാമിങ്ങിലൂടെ ലക്ഷ്യമിടുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത. ഞാൻ ഇത്തരം പറഞ്ഞത് ആദ്യത്തെ സ്റ്റാർട്ടപ്പിലാണ് പറഞ്ഞത്. രണ്ടാമത്തെ സ്റ്റാർട്ടപ്പിൽ ഞാൻ തുടർന്ന് പറയാം. സർ, ഈ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊഴിൽ നൈപുണ്യം, സ്കിൽ ഡെവലപ്മെൻറ്റ്, അത് നമുക്ക് എങ്ങനെ നൽകാൻ കഴിയുക? ഏതൊരു സ്റ്റാർട്ടപ്പിനെയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെങ്കിൽ, ഉൽപ്പാദനക്ഷമത ഉയർത്തണമെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് അത്യന്താപേക്ഷിതമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിലും മൃഗസംരക്ഷണ മേഖലയിലും ലഭ്യമായ സ്കില്ലും ലഭ്യമായ തൊഴിൽ വൈദഗ്ധ്യവും ആവശ്യമായ തൊഴിൽ വൈദഗ്ധ്യവും തമ്മിൽ, ലഭ്യമായ സ്കില്ലും വേണ്ട സ്കില്ലും തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. ഈ അന്തരം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിരവധി ട്രെയിനിങ് പ്രോഗ്രാംസ് നോക്കിയാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനായി ചേർന്നുകൊണ്ടും, കേരളത്തിലാണെങ്കിൽ അഡീഷണൽ സ്കിൽ അക്വസിഷൻ പ്രോഗ്രാം അസാപ്പിന്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. ദേശീയ ക്ഷീരവികസന ബോർഡുമായി ചേർന്നുകൊണ്ട് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഇങ്ങനെ ഇവരുമായി ചേർന്നുകൊണ്ടുള്ള നിരവധി സ്കില്ലിംഗ് പ്രോഗ്രാംസ് ഉണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണത്തോളം തന്നെ യൂണിവേഴ്സിറ്റി പുതിയ ഒരു സ്റ്റാർട്ടപ്പ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കറവക്കാരുടെ ക്ഷാമം വലിയ രൂക്ഷമാണ്. അപ്പോൾ കറവക്കാരെ കിട്ടാനുള്ള ഒരു ക്ഷാമം വളരെ രൂക്ഷമാകുമ്പോൾ എങ്ങനെ ഇത് പരിഹരിക്കാം എന്നുള്ളതാണ്. അതൊരു വലിയൊരു വിഷമാണ്, ഒരു ഡിസ്റപ്ഷനാണ്. അപ്പോൾ ഈ കറവക്കാരെ കിട്ടാത്തതുകൊണ്ട് ചില കർഷകർ സങ്കരയിനം പശുക്കളെ വിറ്റൊഴിവാക്കുന്ന രീതി കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സർവകലാശാല ദേശീയ ക്ഷീരവികസന ബോർഡുമായി ചേർന്നുകൊണ്ട് ദേശീയ ക്ഷീരവികസന ബോർഡിന് ഇന്ത്യൻ ഡയറി മാനുഫാക്ചറിംഗ് കമ്പനി IDMC, ഈ IDMC മിൽക്കിംഗ് മെഷീൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഈ മിൽക്കിംഗ് മെഷീനെ ബൈക്കുമായി കണക്ട് ചെയ്തുകൊണ്ട് മിൽക്കോ ബൈക്ക് എന്നൊരു സംവിധാനം രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഈ മിൽക്കോ ബൈക്ക് സംവിധാനം രൂപപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അവരെ നമ്മളെ അൺഎംപ്ലോയിഡ് യൂത്തിന്, SSLC പാസ്സായ അൺഎംപ്ലോയിഡ് യൂത്തിന് ഇതിൽ വർക്ക് ചെയ്യാം. അവർക്ക് പ്രധാനമായും അവർക്ക് വേണ്ട പരിശീലനം വെറ്റിനറി സർവകലാശാല നൽകും. അവർക്ക് വേണ്ട മിൽക്കിംഗ് മെഷീൻ ബൈക്കുമായി കണക്ട് ചെയ്ത മിൽക്കോ ബൈക്ക് NDDVയുടെ IDMC ഡിവിഷൻ കൊടുക്കും. അവർക്ക് വേണ്ട സബ്സിഡി നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കൊടുക്കും. മാത്രമല്ല അവർക്ക് വേണ്ട വായ്പ കേരളത്തിലെ ഏത് ഗ്രാമീണ ബാങ്ക് ശാഖയിൽ പോയാലും ലഭിക്കാവുന്ന രീതിയിലുള്ള സംവിധാനമാണ് യൂണിവേഴ്സിറ്റി ചർച്ച ചെയ്തു വരുന്നത്. അപ്പോൾ ഇവരുടെ പേര് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കറവക്കാരൻ എന്ന പേരിന്ന് മാറ്റിക്കൊണ്ട് അവരെ ഡെസിഗ്നേഷൻ തന്നെ മിൽക്കിംഗ് ടെക്നീഷ്യൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർവീസസ് സെക്ടറിലേക്ക് ഒരു സ്റ്റാർട്ടപ്പ് പോവുകയാണ്. അപ്പോൾ മിൽക്കിംഗ് ടെക്നീഷ്യൻ എന്നാക്കിക്കൊണ്ട് ഒരു ദിവസം 25 പശുക്കളെ കറക്കണം. ശരാശരി പ്രതിമാസം 25,000 രൂപയോളം ലഭിക്കത്തക്ക രീതിയിൽ പൈലറ്റ് പ്രോജക്റ്റ് എന്ന രീതിയിൽ 100 സംരംഭകരെ സെപ്റ്റംബറോടുകൂടി റിക്രൂട്ട് ചെയ്ത് കേരളത്തിലെ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് വിടാനാണ് സർവകലാശാല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മിൽക്കോ ബൈക്ക് എന്നുള്ളത് സ്കിൽ ഡെവലപ്മെന്റ്, ഞാനൊരു ഉദാഹരണം പറഞ്ഞുള്ള സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്കിൽ ഡെവലപ്മെന്റിന് പ്രോസസ്സിംഗ് സെക്ടറിലൊക്കെ വലിയ സാധ്യതയുണ്ട്. ഇപ്പോൾ ഭക്ഷ്യ സംസ്കരണ മൃഗസംരക്ഷണ മേഖലയായിട്ട് വലിയ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഭക്ഷ്യ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ട സ്കിൽ ഡെവലപ്മെന്റിന് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക് ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് വലിയ പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. നേരിട്ട് കഴിക്കാവുന്നതും നേരിട്ട് പാചകം ചെയ്യാവുന്നതുമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് വലിയ പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ അവർ അടുക്കളയിൽ മാത്രമല്ല, അവർക്കൊക്കെ ജോലിയുണ്ട്. അപ്പോൾ അവരുടെ ഡെസിഗ്നേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഹോം മാനേജേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണം ഔട്ട്സോഴ്സ് ചെയ്യുന്ന രീതിക്കും വലിയ പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ സ്റ്റാർട്ടപ്പുകൾ ഫുഡ് പ്രോസസ്സിംഗ് സെക്ടറിലേക്ക് വരേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും കൂടുതലുള്ള ഒരു സെക്ടറാണ് ഫുഡ് പ്രോസസ്സിംഗ് സെക്ടർ. ഈ വർഷത്തെ വാർഷിക വളർച്ചാ നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ 2016-17 40% FDI ഫോറിൻ ഡയറക്റ്റ് വിദേശ മൂലധന നിക്ഷേപം എന്നൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ഫുഡ് പ്രോസസ്സിംഗ് സെക്ടർ. അപ്പോൾ ഈ ഫുഡ് പ്രോസസ്സിംഗ് സെക്ടറിനെ ക്യാപിറ്റലൈസ് ചെയ്യണമെങ്കിൽ ഈ സെക്ടറിൽ ഉണ്ടാകുന്ന ഏറ്റവും വളർച്ചയ്ക്ക് ആനുപാതികമായി പുതിയ സ്റ്റാർട്ടപ്പുകൾ വരേണ്ടിയിരിക്കുന്നു. ഇതിന് പുതിയ സ്റ്റാർട്ടപ്പുകൾ വരണമെങ്കിൽ കാർഷിക മൃഗസംരക്ഷണ മത്സ്യവളർത്തൽ മത്സ്യബന്ധന മേഖലയായിട്ട് ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ സാധിക്കൂ. അപ്പോൾ ഇത് വരണമെങ്കിൽ ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഇനി രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സാധ്യത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാർ, ഈ ഭാവി കേരളത്തിൽ സ്റ്റാർട്ടപ്പുകൾക്ക് എത്രത്തോളം സാധ്യത? ഇതൊരു നൂതന ആശയമാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഭാവി കേരളത്തിൽ ഇതിൻ്റെ സാധ്യത എത്രത്തോളമാണ്? അല്ലെ, സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ സർവീസസ് സെക്ടറിൽ IT അനുബന്ധ മേഖലയിൽ മാത്രമേ സ്റ്റാർട്ടപ്പ് പറ്റൂ എന്നതിന് പകരം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പ്രൈവറ്റ് എന്റർപ്രൈസ് എന്നത് കൃഷിയാണ്. കാർഷിക മേഖലയിൽ അഗ്രികൾച്ചറിൽ നിന്നുള്ള വരുമാനം കുറയുമ്പോൾ അഗ്രി ബിസിനസ്സിലൂടെ മാത്രമേ കാർഷിക മേഖലയിൽ കൂടുതൽ വരുമാനം നേടാൻ സാധിക്കൂ. ഈ അഗ്രി ബിസിനസ് സംരംഭങ്ങൾ കൂടുതൽ പ്രസക്തി ഏറണമെങ്കിൽ പുതിയ സ്റ്റാർട്ടപ്പുകൾ വരണം. എവിടേക്കാണോ പൊട്ടൻഷ്യൽ ഇഷ്യൂസ്, എവിടേക്കാണോ പൊട്ടൻഷ്യൽ ഇന്നോവേഷൻസ്,
പുതിയ പുതിയ ആശയങ്ങൾ എന്താണ്, ആ ആശയങ്ങളെ പ്രവൃത്തിപഥത്തിൽ കണ്ടുകൊണ്ട് പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. ഇത്തരം സ്റ്റാർട്ടപ്പുകളെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വില്ലേജ് അടിസ്ഥാനത്തിലോ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് അഗ്രി സ്മാർട്ട് വില്ലേജസിന് വലിയ പ്രസക്തി കേരളത്തിലുണ്ട്. മാത്രമല്ല ഹൈ വാല്യൂ അഗ്രികൾച്ചറിനാണ് ഇപ്പോൾ ഏറ്റവും പ്രാധാന്യം. ഹൈ വാല്യൂ അഗ്രികൾച്ചറിനും മാത്രമല്ല ഭക്ഷ്യ സുരക്ഷിതത്വത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഫുഡ് സേഫ്റ്റിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഭക്ഷ്യ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം ഏറുമ്പോൾ കൺസ്യൂമറിനെ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം 100% സാക്ഷരതയുള്ള ഒരു ഉപഭോക്തൃ സമൂഹം നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഗുണനിലവാരത്തോടെ സുരക്ഷിതമായ ഭക്ഷണം ഏത് വില കൊടുത്തും വാങ്ങാൻ തയ്യാറായ ഒരു ഉപഭോക്തൃ സമൂഹം നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഉൽപ്പാദകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാലഞ്ച് അല്ലെങ്കിൽ വെല്ലുവിളി എന്നുള്ളത് ഗുണനിലവാരത്തോടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് പുതിയ പുതിയ ഇന്നോവേഷനിലൂടെ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ട് വിപണിയിൽ ഇറക്കുക എന്നുള്ളതാണ്. ഈ രംഗത്ത് സ്റ്റാർട്ടപ്പിന് അനന്ത സാധ്യതകളാണ് ഞാൻ കാണുന്നത്. ഇത് തന്നെയാണ് ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ക്യാമ്പസുകളിൽ സ്റ്റുഡൻറ് ഓണ്ടർപ്രണർഷിപ്പ് സംരംഭകത്വം വളരെ ശക്തിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ടെക്നോ പാർക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ നേതൃത്വത്തിൽ ഫാബ്രിക്കേഷൻ ലാബുകൾ വിവിധ സ്ഥലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നാഷണൽ അസോസിയേഷൻ ഫോർ സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസ് ആയാലും അതുപോലെ തന്നെ ഫിക്കി ആയാലും കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ആയാലും കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആയാലും എല്ലാവരും സ്റ്റാർട്ടപ്പുകളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരു കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്, ലോകത്തിലെ മികച്ച 500 സ്റ്റാർട്ടപ്പുകളിൽ ഫോർച്യൂൺ 500 കമ്പനികളിൽ 51% സ്റ്റാർട്ടപ്പുകൾ ഫെയിലിയർ ആണ് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പോൾ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ പുതിയൊരു ഐഡിയ ആയിരിക്കും, ഇന്നോവേഷൻ ആയിരിക്കും. പക്ഷേ ഈ സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അൺസർട്ടൈനിറ്റി ഒരു പ്രധാനപ്പെട്ട ഫാക്ടറുണ്ട്, ആംബിഗ്വിറ്റി ഒരു പ്രധാനപ്പെട്ട ഫാക്ടറുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പുകൾ ചെയ്യുമ്പോൾ സുസ്ഥിരമായ രീതിയിൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുമ്പോൾ വിപണി നോക്കിക്കൊണ്ടുള്ള സ്റ്റാർട്ടപ്പുകൾക്കായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്. വിപണിക്ക് എപ്പോഴും പ്രാധാന്യം കൊടുക്കണം. പക്ഷേ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുമ്പോൾ ഇപ്പോൾ ഒരുപാടുള്ള ക്രൈസിസുകളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം സ്റ്റാർട്ടപ്പുകളിലെ പ്രധാനപ്പെട്ട പേഴ്സൺ എന്ന് വെച്ചാൽ സാമ്പത്തിക സ്രോതസ്സാണ്. എവിടെ നിന്നൊക്കെ സാമ്പത്തിക സ്രോതസ്സ് ലഭിക്കും? അപ്പോൾ സുസ്ഥിരമായ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ സുസ്ഥിരമായ ഇന്നോവേഷൻ വേണം. ആ ഇന്നോവേഷൻ തന്നെയാണ് ഇതിലെത്ത വിജയം. ആ ഇന്നോവേഷനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഉൽപ്പന്നത്തിലൂടെ ഇൻക്യുബേറ്റ് ചെയ്തുകൊണ്ട് അതിനെ ആക്സിലറേറ്ററിലൂടെ വിട്ടുകൊണ്ട് കമേഴ്ഷ്യലൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ വിപണന സാധ്യത ഉടത്തിയെടുത്താൽ വളരെ സാധ്യതയാണ് കേരളത്തിന് വരാൻ പോകുന്നത്. സർ, ഈ ഓർഗാനിക് ഫാമിംഗ് അഥവാ ജൈവ കൃഷി, മൃഗസംരക്ഷണ മേഖലയിൽ ഈ ഓർഗാനിക് ഫാമിംഗ് രംഗത്ത് ആ വിഷയം സംബന്ധിച്ച് ഒരുപാട് ജനങ്ങൾക്ക് ആ വിഷയമായിട്ട് ഇൻട്രസ്റ്റഡ് ആണ്. ഒരുപാട് ആകർഷണമായ ഒരു വിഷയമാണത്, പ്രത്യേകിച്ച് ഈ ഭക്ഷ്യ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് പദ്ധതികൾ ഓർഗാനിക് ഫാമിങ്ങിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? തീർച്ചയായും അതിൻ്റെ ഒരു തുടക്കമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ. ഇപ്പോൾ മൃഗസംരക്ഷണ മേഖലയിൽ യൂണിവേഴ്സിറ്റി ആരംഭിച്ച സ്റ്റാർട്ടപ്പിനെ തുടങ്ങുന്നത് സേഫ് ടു ഈറ്റ് ആണ്. സേഫ് ടു ഈറ്റ് എന്ന് വെച്ചാൽ സുരക്ഷിതമായ ഭക്ഷണം എന്ന കോൺസെപ്റ്റിലേക്കാണ്. ഇപ്പോൾ ഏതൊരു കൃഷിയും പെട്ടെന്ന് ജൈവ കൃഷിയിലേക്ക് മാറ്റാൻ പ്രയാസമാണ്. 2 വർഷത്തെ കൺവേർഷൻ പീരീഡ് എന്ന് പറയും. 2 വർഷത്തെ പരിവർത്തന കാലയളവ് ഇതിനാവശ്യമാണ്. ഈ 2 വർഷത്തെ പരിവർത്തന കാലയളവ് വരെ ഇത് സേഫ് ടു ഈറ്റിലേക്ക് പോവുകയും ഈ 2 വർഷം വളരെ സുസ്ഥിരമായ രീതിയിൽ സേഫ് ടു ഈറ്റിലേക്ക് പ്രാവർത്തിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തുടർന്ന് അങ്ങോട്ട് ജൈവ കൃഷിയിലേക്ക് മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ജൈവ കൃഷിയിലേക്ക് നമുക്ക് വരുമ്പോൾ പലരുടെയും ഒരു അപ്രിഹെൻഷൻ എന്നത് ഉൽപ്പാദനം കുറയുമോ, ഉൽപ്പാദനക്ഷമത കുറയോ, ക്യാരിയിങ് കപ്പാസിറ്റിയിലുള്ള മാറ്റം ഇതൊക്കെയുണ്ട്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മൾക്ക് മികച്ച ആരോഗ്യവും അതുപോലെ തന്നെ രോഗങ്ങളില്ലാതിരിക്കണമെങ്കിൽ ഒരു പക്ഷേ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഭക്ഷ്യവസ്തുക്കൾ, കീടനാശിനിയും രാസവസ്തുക്കളും കൂടുതൽ അളവിൽ തളിച്ച ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ കഴിച്ച് നമ്മുടെ ആരോഗ്യത്തിനുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ നിന്നൊരു മാറ്റത്തിലേക്ക് ജൈവകൃഷി തന്നെ സംസ്ഥാന ഗവൺമെന്റ് ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നു, സംസ്ഥാന കൃഷി വകുപ്പ് ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് ബജറ്റ് തന്നെ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് ജൈവകൃഷിക്കാണ്. 2022 കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനാണ് കേന്ദ്ര കൃഷി മന്ത്രാലയം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ജൈവകൃഷിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ജൈവകൃഷിയിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് സേഫ് ടു ഈറ്റ് ഉൽപ്പന്ന നിർമ്മാണം നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു മാനസിക സ്ഥിതിയും ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം രീതിയിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കൂ. സമയക്കുറവുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് നിർത്തേണ്ടി വന്നിരിക്കുകയാണ്. മാന്യ പ്രേക്ഷകർക്ക് ഒത്തിരി സംശയങ്ങളും മറ്റും ഈ വിഷയത്തിൽ ഇനിയും ഉണ്ടാവും എന്ന് കരുതുന്നു. പ്രേക്ഷകർക്ക് TP സേതുമാധവൻ സാറിൻ്റെ അഡ്രസ്സ് പ്രേക്ഷകർക്കായി പറഞ്ഞു തരികയാണ്. ഡോക്ടർ TP സേതുമാധവൻ, ഡയറക്ടർ സംരംഭകത്വ വിഭാഗം, കേരള വെറ്റിനറി സർവകലാശാല, പൂക്കോട്, വയനാട്. ഫോൺ നമ്പർ 98 46 10 89 92. ഒരിക്കൽ കൂടി പറയാം, 98 46 10 89 92.
ഈ വിഷയത്തെ ആസ്പദമാക്കി ഇത്രയും നല്ലൊരു ചർച്ച നടത്തിയ ഡോക്ടർ ടി പി സേതുമാധവൻ സാറിന് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ വിഷയം ഇത്രയും വീക്ഷിച്ചിരുന്ന പ്രേക്ഷകർക്കും അതോടൊപ്പം തന്നെ വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും കൃഷിദർശന് വേണ്ടിയുള്ള നന്ദി അറിയിക്കുന്നു. നമസ്കാരം. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और PVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭക്ഷ്യവിഭവങ്ങൾക്ക് അഗ്മാർക്ക് സർട്ടിഫിക്കേഷൻ. വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാനുള്ള അവസാന തീയതി ജൂലൈ 31. ചക്കയിൽ നിന്നും പോഷകസമ്പുഷ്ടമായ മാവുണ്ടാക്കാം. വിശദമായ വാർത്തകളിലേക്ക്. ഭാരത സർക്കാർ ഭക്ഷ്യവസ്തുക്കൾക്ക് നൽകുന്ന ഗുണനിലവാര മുദ്രയാണ് അഗ്മാർക്ക്. ഓരോ അഗ്മാർക്ക് ഉൽപ്പന്നവും ലബോറട്ടറികളിൽ പരിശോധന നടത്തിയ ശേഷമേ പാക്ക് ചെയ്യാൻ അനുമതി നൽകാറുള്ളൂ. കൃഷിവകുപ്പിന്റെ മേൽനോട്ടത്തിൽ പത്തനംതിട്ടയിലെ പന്തളത്ത് ഉൽപാദകരെ സഹായിക്കുന്നതിനായി സുസജ്ജമായ അഗ്മാർക്ക് ലാബ് പ്രവർത്തിച്ചു വരുന്നു. മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി, ഉലുവപ്പൊടി, ഗരം മസാലപ്പൊടി തുടങ്ങിയ വിവിധയിനം കറി പൗഡറുകളും കായം, പുളി, ഭക്ഷ്യ എണ്ണകൾ, ഗോതമ്പ് പൊടി, അരി, തേൻ തുടങ്ങിയ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും പരിശോധിച്ച് അഗ്മാർക്ക് സർട്ടിഫിക്കേഷനോടുകൂടി പാക്ക് ചെയ്ത് വിപണിയിലെത്തിക്കാൻ ഇവിടെ നിന്നും സഹായിക്കും. അഗ്മാർക്ക് സർട്ടിഫിക്കേഷനോടുകൂടി പാക്ക് ചെയ്യാൻ താൽപര്യമുള്ള ഉൽപാദകർ, സംരംഭകർ എന്നിവർക്ക് ബന്ധപ്പെടാവുന്ന വിലാസം: സ്റ്റേറ്റ് അഗ്മാർക്ക് ഗ്രേഡിംഗ് ലബോറട്ടറി, കടയ്ക്കാട് PO, പന്തളം. ഫോൺ നമ്പർ 9447957009. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം കൃഷിഭവനിൽ ചിങ്ങം 1 മികച്ച കർഷകരെ ആദരിക്കുന്നു. തെങ്ങ്, വാഴ, പച്ചക്കറി, ക്ഷീര, സമ്മിശ്ര മേഖലകളും യുവ കർഷകൻ, വനിതാ കർഷക, പട്ടികജാതി പട്ടികവർഗ കർഷകൻ എന്നിവരെയും പരിഗണിക്കും. വിഴിഞ്ഞം കൃഷിഭവൻ പരിധിയിലുള്ള കർഷകർ ഓഗസ്റ്റ് 4 വൈകിട്ട് 5 മണിക്ക് മുൻപായി അപേക്ഷ നൽകണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാനുള്ള അവസാന തീയതി ജൂലൈ 31 കൃഷിവകുപ്പ് ഡയറക്ടർ അറിയിച്ചു. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന പദ്ധതി, പുനരാവിഷ്കൃത കാലാവസ്ഥാ അധിഷ്ഠിത പദ്ധതി എന്നിവയുടെ 2017 ഖാരിഫ് സീസണിൽ നടപ്പാക്കാനുള്ള സർക്കാർ വിജ്ഞാപനം ഇറക്കിയ സാഹചര്യത്തിലാണ് ഇത്. നെല്ല്, വാഴ, മരച്ചീനി, കവുങ്ങ്, കുരുമുളക്, ഇഞ്ചി, കരിമ്പ്, മഞ്ഞൾ, ഏലം, ജാതി, കൈതച്ചക്ക എന്നിവ ഇൻഷുർ ചെയ്യാവുന്നതാണ്. സ്കീം തിരിച്ചുള്ള വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ കൃഷിവകുപ്പിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 2334 493 0471 2334 വെബ്സൈറ്റ് www.keralaagriculture.gov.in. കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രത്തിൽ പൈനാപ്പിളിന്റെ വിവിധ നടീൽ വസ്തുക്കൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0487 2373 242. ചക്കയിൽ നിന്ന് പോഷകസമ്പുഷ്ടമായ മാവുണ്ടാക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ പത്തനംതിട്ട കാട് കൃഷിവിജ്ഞാന കേന്ദ്രം വികസിപ്പിച്ചു. വളരെ ലളിതമായ സാങ്കേതികവിദ്യയിലൂടെ തയ്യാറാക്കുന്ന മാവ് മറ്റ് മാവുകളുമായി കലർത്തി വിവിധ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ഒരു ചക്കയുടെ ഭാരത്തിന്റെ 10% മാവ് അതിൽ നിന്നും ലഭിക്കും. ഭക്ഷ്യനാര്, ലവണങ്ങൾ, വിറ്റാമിനുകൾ, പൂരിത കൊഴുപ്പുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് ചക്കമാവ്. പ്രമേഹ രോഗികൾക്കും സുരക്ഷിതമാണ് ഇത്. വിശദവിവരങ്ങൾക്കുള്ള ഫോൺ നമ്പർ 0469 2662 094.
എറണാകുളം നേര്യമംഗലത്തുള്ള നാളികേര പ്രദർശന വിത്തുൽപാദന തോട്ടത്തിൽ തെങ്ങിൻ തൈകൾ വിതരണത്തിന് തയ്യാറായി. അത്യുൽപാദന ശേഷിയുള്ള കുറിയ ഇനത്തിൽപ്പെട്ട മലയൻ ഓറഞ്ച്, മഞ്ഞ, പച്ച എന്നീ തെങ്ങിൻ തൈകളാണ് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത്. തൈ ഒന്നിന് 50 രൂപയാണ് വില. വിശദ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0485 2554 240. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 13,800 രൂപ, കോഴിക്കോട് 15,400, തൃശൂർ 13,700. കൊപ്ര കൊച്ചി 9,240, കോഴിക്കോട് 9,950, തൃശൂർ 9,200. കുരുമുളക് അൺഗാർബിൾ 46,800, ഗാർബിൾ 48,800. ചുക്ക് മീഡിയം 9,750, ചുക്ക് ബെസ്റ്റ് 11,750. മഞ്ഞൾ സേലം 8,000, ഈറോഡ് 8,500. അടയ്ക്ക പഴയത് 20,000. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12,700, RSS 4ാം ഗ്രേഡ് 13,100. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,900, RSS 4ാം ഗ്രേഡ് 13,300 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 13,800 രൂപ, കൊപ്ര 9,240, പിണ്ണാക്ക് എക്സ്പെല്ല 2,200, റോട്ടറി 2,500. കുരുമുളക് അൺഗാർബിൾ 46,800, ഗാർബിൾ 48,800. ചുക്ക് മീഡിയം 9,750, ബെസ്റ്റ് 11,750, മഞ്ഞൾ നാടൻ 11,500. അടയ്ക്ക പുതിയത് 18,000-നും 19,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 150-നും 180-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 270-നും 310-നും മധ്യേ. ജാതിപത്രി 350-നും 550-നും മധ്യേ. ഗ്രാമ്പു 700 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 12,700, RSS 4ാം ഗ്രേഡ് 13,100. ഒട്ടുപാൽ 9,000, ലാറ്റക്സ് 8,500 രൂപ. കമ്പോള അവലോകനം. കാലാവസ്ഥാ മാറ്റം റബ്ബർ വിലയെ ബാധിച്ചു. തെളിഞ്ഞ കാലാവസ്ഥയെ തുടർന്ന് കർഷകർ റബ്ബർ ടാപ്പിംഗിന് ഉത്സാഹിച്ചതോടെ അന്തർ സംസ്ഥാന വ്യാപാരികളും വൻകിട വ്യവസായികളും ഷീറ്റ് സംഭരണം കുറച്ചു. ഉൽപാദന മേഖലയിലെ ചലനങ്ങൾ വിലയിരുത്തിയാൽ അടുത്ത 2 ആഴ്ചകളിൽ പുതിയ ഷീറ്റ് വരവ് ഉയരും. കാർഷിക മേഖലകളിൽ നിന്ന് ലാറ്റക്സ് വരവ് വർദ്ധിച്ചു. നാളികേര ഉൽപ്പന്നങ്ങളുടെ വില സ്റ്റഡിയായി നീങ്ങി. മാസാരംഭം അടുത്തതിനാൽ പ്രാദേശിക വിപണികളിൽ വരും ദിനങ്ങളിൽ വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് ഉയരുന്നത് കൊപ്രയ്ക്ക് നേട്ടമാക്കും. ചിങ്ങത്തിൽ വിപണി കൂടുതൽ സജീവമാക്കുമെന്ന നിഗമനത്തിലാണ് വ്യാപാരികളും. കുരുമുളക് വില കിലോ 500 രൂപയിൽ താഴെ എത്തിയത് കർഷകരെ പ്രതിസന്ധിയിലാക്കി. കാർഷിക ചിലവുകൾ കണക്കിലെടുത്ത് ഒരു വിഭാഗം ഉൽപാദകർ വിൽപ്പനയിൽ നിന്ന് പിന്മാറി. കൊച്ചിയിൽ ഗാർബിൾഡ് മുളക് കിലോ 488 രൂപ. തേക്കടിയിൽ നടന്ന ഏലക്ക ലേലത്തിന് വന്ന 34,743 കിലോഗ്രാം ചരക്ക് ഇടപാടുകൾ പൂർണ്ണമായി സംഭരിച്ചു. കയറ്റുമതിക്കാരെ അപേക്ഷിച്ച് ആഭ്യന്തര വ്യാപാരികൾ ഏലത്തിൽ കൂടുതൽ താൽപര്യം കാണിച്ചു. മികച്ച ഇനങ്ങൾ കിലോ 1,438 രൂപ. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.6, 24.5. കൊച്ചി 31.6, 23.6. ആലപ്പുഴ 31.7, 23.1. പുനലൂർ 33.2, 23.5. തിരുവനന്തപുരം കൂടിയ താപനില 32.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.